സ്കൂൾ അധ്യാപകൻ പിടിച്ചുവെച്ച ഫോൺ തിരിച്ചു തന്നില്ലെങ്കിൽ സ്കൂളിന് പുറത്തു വെച്ച് കൊന്നുകളയുമെന്ന് ഒരു അധ്യാപകനെ നോക്കി 18 വയസ്സ് പോലും തികയാത്ത ഒരു വിദ്യാർത്ഥി പറയുമ്പോൾ ആർക്കായാലും ഒരു ഞെട്ടലുണ്ടായേക്കാം. ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന പാലക്കാട് നിന്നുള്ള ആ വീഡിയോയിലുള്ള അധ്യാപകർക്കും സംഭവ സമയത്ത് ഭയപ്പെടുത്തുന്ന ഞെട്ടൽ അനുഭവപ്പെട്ടിരിക്കും. ആ വീഡിയോ കണ്ടവർക്കെല്ലാം ഞെട്ടലിനൊപ്പം കടുത്ത അമർഷവും രോഷവും ഭീതിയും ഒക്കെ തോന്നിയെന്നിരിക്കാം. എന്നാൽ ആ അമർഷത്തിന്റെ നിമിഷങ്ങൾക്ക് ശേഷമെങ്കിലും മനസ്സിൽ വരേണ്ട ചോദ്യം എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ പെരുമാറിയത്, ഇതെങ്ങനെ തിരുത്താനാകും എന്നല്ലേ. എന്നാൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ആ വീഡിയോയ്ക്ക് കീഴിൽ നടക്കുന്ന ആൾക്കൂട്ട മുറവിളികൾ ആ കുട്ടിയിൽ നിന്നുണ്ടായ പ്രവൃത്തിയേക്കാൾ ഭയപ്പെടുത്തുന്നതാണ്. കുട്ടി ലഹരിക്ക് അടിമയാണെന്നും പിടിച്ച് ജയിലിലിടണമെന്നും തല്ലിക്കൊല്ലണമെന്നും ഒക്കെ കമന്റ് ഇടുന്നവർ ഗൗരവമായി നാം കാണേണ്ട ഒരു വിഷയത്തെ കൂടുതൽ വഷളാക്കി മാറ്റുകയാണ്. വീഡിയോയ്ക്ക് താഴെ പലരും കമന്റുകളിൽ പറയുന്ന പരിഹാരം തല്ലി ശരിയാക്കണം എന്നാണ്. എന്തൊരു ഐറണിയാണെന്ന് നോക്കൂ. വാക്കുകളിൽ തെറ്റായ ആക്രമണോത്സുകത കാണിച്ച ഒരു കുട്ടി എന്ന് തന്നെ ഇവിടെ പറയണം, അതിന് പ്രാധാന്യമുണ്ട്. ആ കുട്ടിയെ നന്നാക്കാൻ പലപ്പോഴും സമൂഹം കാണുന്ന വഴി തല്ലി ശരിയാക്കലാണ്. പഴയകാലത്തെ ശിക്ഷാ രീതികളിലേക്ക്, പറ്റിയാൽ ചാക്കോമാഷിന്റെ ലൈനിലേക്ക് അധ്യാപകർ തിരിച്ചു വരണമെന്നാണ് പലരുടെയും അഭിപ്രായം. അത്തരം രീതികളുടെ ദുരനുഭവങ്ങൾ മൂലം സ്കൂൾ ജീവിതം നരകമായി തീർന്ന, പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്നവരുടെ എണ്ണം ഏറെയാണെന്ന് സമീപകാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുള്ള നിരവധിയായ പഠനങ്ങളും ചർച്ചകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആവശ്യത്തിന് അടി കിട്ടാതെ പോയവരല്ല, ആവശ്യത്തിനും അനാവശ്യത്തിനും ക്രൂരമായ ശിക്ഷകൾക്കും അവഗണനയ്ക്കും ഇരയായവരാണ് പിന്നീട് പലപ്പോഴും ഭയപ്പെടുത്തുന്ന ആന്റി സോഷ്യലുകളായി മാറിയിട്ടുള്ളതെന്ന് ഏത് രാജ്യത്തെയും കണക്കുകൾ കാണിച്ചു തരും. ഇനി ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ വിദ്യാർത്ഥിയിൽ മാറ്റമുണ്ടാവുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിന് ഉതകുന്ന രീതികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണെന്ന് കുട്ടി ഏറ്റു പറഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംസാരം, ഒരു കൊലവിളി ഭീഷണി ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുകയാണ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന കൺസ്ട്രക്റ്റീവ് ആക്ഷൻ. തങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് കണ്ടും അനുഭവിച്ചും വന്ന ചൂരൽ പ്രയോഗവും അതിലും കൂടിയ മറ്റു പല പ്രയോഗങ്ങളും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയ കറക്ഷൻ ഡിസിപ്ലിനറി രീതികളുമായാണ് ഭൂരിഭാഗം അധ്യാപകരും ഇന്ന് വിദ്യാർത്ഥികൾക്ക് മുൻപിലെത്തുന്നത്. പക്ഷേ അപ്പോഴും തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ വിദ്യാർത്ഥികളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങളെ നേരിടാൻ പല അധ്യാപകർക്കും കഴിയാറില്ല. പഴഞ്ചൻ ശിക്ഷാരീതികളോ കുറ്റക്കാരനായ വിദ്യാർത്ഥിയെ പൂർണ്ണമായും മാറ്റി നിർത്തുകയോ തുടങ്ങിയവയിലേക്ക് തന്നെയാണ് പലരും ഇന്നും മടങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരുപാട് അധ്യാപകർ ഉണ്ട് എന്നത് കാണാതെയല്ല ഇത് പറയുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ സ്കൂൾ കൗൺസിലേഴ്സിന് കൂടുതൽ മികച്ച ഇടപെടൽ നടത്താൻ കഴിയും. കുടുംബ സാഹചര്യവും കുട്ടികൾ നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളും മനസ്സിലാക്കി കൃത്യമായ കാര്യകാരണങ്ങൾ കണ്ടെത്തി ഇടപെടാൻ അവർക്ക് സാധിക്കും. അധ്യാപകരും മാതാപിതാക്കളും എല്ലാം ഉൾപ്പെടുന്ന ഇക്കോ സിസ്റ്റത്തിലൂടെ ആയിരിക്കും ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നത് തീർച്ചയാണ്. കൊല്ലുമെന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് തിരിച്ചൊരക്ഷരം മിണ്ടാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ അധ്യാപകർ നോക്കി നിൽക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചൂരൽ പ്രയോഗം പോലുള്ള ശിക്ഷാരീതികൾ വേണ്ട എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളിൽ ഡിസിപ്ലിൻ പാടില്ലെന്നോ അവരൊരു രീതിയിലും തിരുത്തരുതെന്നോ അല്ല അർത്ഥം. യഥാർത്ഥത്തിൽ തിരുത്ത് സാധ്യമാകുന്ന രീതികളാകണം പ്രയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റായ ആക്ഷനെ, ആ ആക്ഷന് പ്രേരിപ്പിച്ച ഘടകത്തെ കണ്ടെത്തി തിരുത്താനുള്ള സെൻസിബിലിറ്റിയും സാവകാശവും കൂടി പ്രയോഗിക്കണം. ഒരു കുട്ടിയുടെ വളർച്ചയുടെ പരിപൂർണ ഉത്തരവാദിത്തം സ്കൂളിനല്ല, അതിലേറ്റവും പ്രധാന പങ്ക് കുടുംബങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കാനല്ലേ സ്കൂളിലേക്ക് വിടുന്നത് എന്ന് ചോദിച്ച് കൈയൊഴിയുന്ന മാതാപിതാക്കളെ കുറിച്ച് പല അധ്യാപകരും നിസ്സഹായതയോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ചേർന്ന കുടുംബം എന്ന സിസ്റ്റത്തിന്റെ റോൾ എത്ര വലുതാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന പല തെറ്റായ പെരുമാറ്റ രീതികൾക്കും പിന്നിലെ കാരണം ചികഞ്ഞാൽ അതിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ആവശ്യമായ മാറ്റങ്ങളുടെ ഉത്തരവാദിത്തം സ്കൂളുകൾക്ക് മാത്രമല്ല കുടുംബത്തിനുമുണ്ട്. ഈ കുട്ടി അധ്യാപകനെ ആക്രമിച്ചിരുന്നെങ്കിലോ എന്നൊരു ചോദ്യം പലർക്കും വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാലും അവിടെയും ഉത്തരം ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കുട്ടികളുടെ കാര്യത്തിൽ സമൂഹത്തിലെ ഓരോ സോഷ്യലൈസിംഗ് ഏജൻസികൾക്കും വലിയ പങ്കുണ്ട്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്കൂളിനും വീടിനും മാധ്യമങ്ങൾക്കും സിനിമയ്ക്കും സാഹിത്യത്തിനും സർക്കാരിനും തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങൾക്കും പ്രധാന റോൾ തന്നെയാണ് വഹിക്കാനുള്ളത്. ഇനി അവസാനമായി മറ്റൊരു കാര്യം കൂടി. ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്ന പ്രത്യാഘാതമാണ്.
ഭീഷണി ഉയർത്തുന്ന വീഡിയോ ഒരു തെളിവായി സൂക്ഷിച്ചു വെക്കുന്നതും പോലീസ് പരാതിക്കൊപ്പം നൽകേണ്ടതും ആവശ്യമാണെന്ന് കരുതിയാൽ പോലും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൽ ശരിയായി ഒന്നും തന്നെയില്ല. തിരുത്തിന് ആ വിദ്യാർത്ഥി തയ്യാറായാലും ഒരിക്കലും തിരുത്തപ്പെടാത്ത തെറ്റായി കാലങ്ങളോളം ആ വീഡിയോ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിലുടനീളം ആ ഒരൊറ്റ വീഡിയോ അവനെ വേട്ടയാടുമെന്ന ക്രൂരമായ യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട്.